നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഡ് ലോക്കിനെ പറ്റിയാണ്. വാട്ട് ഈസ് ഡെഡ് ലോക്ക്? ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ഇസ് എ സിറ്റുവേഷൻ വെയർ എ സെറ്റ് ഓഫ് പ്രോസസ്സസ് ആർ ബ്ലോക്ക് ബിക്കോസ് ഈച്ച് പ്രോസസ് ഈസ് ഹോൾഡിംഗ് എ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ അനദർ റിസോഴ്സ് അക്വയർഡ് ബൈ സം അതർ പ്രോസസ്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ P1ഉം P2ഉം എന്ന് പറഞ്ഞൊരു റിസോഴ്സ് രണ്ട് പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. P1ന് R1 എന്ന് പറഞ്ഞൊരു റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. P2ന് R2ഉം അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ P1 ഇനി ചെയ്യാൻ വേണ്ടി R2 വേണം. പക്ഷെ R2 ആരാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? P2 ആണ്. ഇനി P2 ബാക്കി ചെയ്യാൻ വേണ്ടി R1 വേണം. R1 എന്ന് പറയുന്നത് ആര് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്? P1 ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി P1 എന്ന് പറയുന്ന ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്? P2 R2 റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. P2 എന്ത് ചെയ്യാണ്? R1 P1 റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു കാര്യവും ആക്ച്വലി നടക്കുന്നില്ല. രണ്ട് പ്രോസസ്സും ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് പ്രോസസ് ആർ ബ്ലോക്ക്ഡ്. ഇവിടെ P1ഉം P2ഉം ബ്ലോക്ക്ഡ് ആണ്. എന്താണ് കാരണം? ഈച്ച് പ്രോസസ് ഈസ് ഹോൾഡിംഗ് എ റിസോഴ്സ്. അതായത് P1 ആണ് എന്നുണ്ടെങ്കിൽ R1ന് വേണ്ടി R1 ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. P2 ആണെങ്കിൽ R2നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് എന്ത് ചെയ്യാണ്? അവർ വെയിറ്റ് ചെയ്യാണ്. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? വേറൊരു റിസോഴ്സസ്, ദാറ്റ് ഈസ് R2. അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആരാണ്? P2. അപ്പോൾ P1 R1നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു, R2ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? P2നെ. തിരിച്ച് P2 എന്ന് പറയുന്നത് R2നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു, R1ന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെഡ് ലോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡെഡ് ലോക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നെസസറി ആയിട്ട് 4 കണ്ടീഷൻസ് ഉണ്ട്. ഈ 4 കണ്ടീഷൻസ് വന്നാൽ മാത്രമേ ഡെഡ് ലോക്ക് ഉണ്ടാവത്തുള്ളൂ. ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോൺ പ്രിയംഷൻ അല്ലെങ്കിൽ നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞ 4 കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിന്റെയും ഡെഫിനിഷൻ നോക്കാം. ഫസ്റ്റ് വൺ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അതായത് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു റിസോഴ്സസ് നോൺ ഷെയറബിൾ മോഡിൽ ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കാണുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സസ് മസ്റ്റ് ബി ഇൻ നോൺ ഷെയറബിൾ മോഡ്. നോൺ ഷെയറബിൾ മോഡിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ സിസ്റ്റത്തിനകത്ത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ടെന്ന് പറയാം. ഇഫ് അനദർ ഏതെങ്കിലും വേറൊരു പ്രോസസ്സ് ആ റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് എത്ര നേരം വരെ വെയിറ്റ് ചെയ്യണം? ഈ ഒരു പ്രോസസ്സ് ആ ഒരു റിസോഴ്സസിനെ റിലീസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ സിസ്റ്റത്തിനകത്ത് എല്ലാ റിസോഴ്സസും ഷെയറബിൾ മോഡിലാണെങ്കിൽ, അതായത് എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ പ്രോസസ്സിനെ അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ കേസസിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ ഒരു സിസ്റ്റത്തിനകത്ത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇല്ല എന്ന് പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു റിസോഴ്സസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ചിലതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രിന്റർ നമുക്ക് ഷെയറിംഗ് മോഡിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒരു പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ മാത്രമല്ലേ നമുക്ക് അടുത്ത പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു നോൺ ഷെയറബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിസോഴ്സസ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു റിസോഴ്സസ് എങ്കിലും എന്തായിരിക്കും? നോൺ ഷെയറബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആ സിസ്റ്റത്തിനകത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി ഹോൾഡ് ആൻഡ് വെയിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു റിസോഴ്സസ് ഒരു റിസോഴ്സസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ റിസോഴ്സസ് വേറൊരു പ്രോസസ്സിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. അങ്ങനത്തെ കേസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് വൺ പ്രോസസ് ഈസ് ഹോൾഡിംഗ് എ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ അനദർ റിസോഴ്സ് അക്വയർഡ് ബൈ സം അതർ പ്രോസസ്. അത് R2 നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് പ്രോസസ്സിന്റെ കേസ് ആണെങ്കിൽ P1 R1നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു ആൻഡ് വെയിറ്റിംഗ് ഫോർ R2 വിച്ച് ഈസ് ഹെൽഡ് ബൈ P2. അതിനെയാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോ പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോഴ്സസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിസോഴ്സസ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴേ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു റിസോഴ്സിനെ റിലീസ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? കംപ്ലീറ്റ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മാത്രമേ നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോ പ്രിയംഷൻ എന്ന് വിളിക്കുന്നത്. റിസോഴ്സ് cannot be preempted. That is, a resource can be released voluntarily by the process holding it. അത് ഹോൾഡ് ചെയ്യുന്ന പ്രോസസ്സിന് മാത്രമേ അതിനെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എപ്പോഴായിരിക്കും നമ്മൾ റിലീസ് ചെയ്യുന്നത്? ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ നോ പ്രിയംഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സർക്കുലർ വെയിറ്റ്. നമ്മൾ നേരത്തെ കേസിനെ നമുക്ക് P1 P2 P3 ഉണ്ടെന്ന് വിചാരിക്കുക. P1നകത്ത് R1 ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, P2 എന്ന് പറയുന്ന R2നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, P3 എന്ന് പറയുന്നത് R3നെ ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. P1 എന്ന് പറയുന്നത് R2ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
അതേപോലെ P2 എന്ന് പറയുന്ന R3ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി P3 തിരിച്ച് P1 അറ്റൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള R1ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർക്കുലർ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. Say for example, a set of process that is P0 up to Pn is waiting process must exist such that P0 is waiting for P1 resource held by P1. P1 is waiting for resource held by P2. P2 is waiting for a resource held by P3 and Pn minus 1 is waiting for resource held by Pn and Pn എന്ന് പറയുന്നത് ആര്? P0 ഹെൽഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സിനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സർക്കുലർ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡെഡ് ലോക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ഗ്രാഫ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അല്ലെങ്കിൽ സിസ്റ്റം റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ ഡേറ്റ സ്ട്രക്ചർ വിച്ച് കൺസിസ്റ്റ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ്. അതിനകത്ത് വെർട്ടീസസും കാണും എഡ്ജസും കാണും, അല്ലെങ്കിൽ നോഡും കാണും എഡ്ജസും കാണും. അപ്പോൾ ഇതിനകത്ത് നോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? നോഡായിട്ട് നമുക്ക് പറയാം നോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് പ്രോസസ് ആൻഡ് സെറ്റ് ഓഫ് റിസോഴ്സസ്. അതായത് സിസ്റ്റത്തിനകത്തുള്ള പ്രോസസ്സും റിസോഴ്സസും ആണ് നോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെർട്ടീസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി എഡ്ജസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലുള്ള എഡ്ജ് ഉണ്ട്. ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് എഡ്ജ് ആണ്, രണ്ടും ഡയറക്റ്റഡ് എഡ്ജ് ആണ്. ഒന്ന് ഒരു പ്രോസസ്സിൽ നിന്നും ഒരു റിസോഴ്സസിലേക്ക് കണക്ട് ചെയ്യുന്ന എഡ്ജിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിക്വസ്റ്റ് എഡ്ജ് എന്ന് വിളിക്കാം. അതേപോലെ ഒരു റിസോഴ്സസിൽ നിന്നും ഒരു പ്രോസസ്സിലേക്ക് വരയ്ക്കുന്ന എഡ്ജിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അസൈൻമെന്റ് എഡ്ജ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് P1 ഈ ഒരു എഡ്ജ് ശ്രദ്ധിക്കുക, P1 to R1 എന്ന് പറഞ്ഞൊരു എഡ്ജ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്താണ്? P1 ഈസ് റിക്വസ്റ്റിംഗ് R1. P1 എന്ന് പറയുന്നത് R1നെ റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി ഈ ഒരു എഡ്ജ് നോക്കുക, ദാറ്റ് ഈസ് P1 R2 to P1. ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? R2 ഈസ് അലോക്കേറ്റഡ് ടു P1. അതായത് P1 എന്ന് പറയുന്നത് ആരെ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്? R2നെ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ റിക്വസ്റ്റ് എഡ്ജും അസൈൻമെന്റ് എഡ്ജും എന്ന് പറഞ്ഞ് രണ്ട് എഡ്ജുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു ഡെഡ് ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചിലപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും, ഡെഡ് ലോക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. നോട്ട് ഓൾവേസ് ദ കേസ്. ഒരു സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴും ഡെഡ് ലോക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സൈക്കിൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫ് ഉണ്ട്. ദാറ്റ് ഈസ് R1 എന്ന് പറയുന്നത് ആര് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്? P1ന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. P1 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ R2. R2ന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് R2 ആർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്? P2ന് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. P2 ഈസ് വെയിറ്റിംഗ് ഫോർ R1. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു സൈക്കിൾ ഉണ്ടായി. അതായത് ഇവിടുന്ന് ഇങ്ങനെയായിട്ടൊരു സൈക്കിൾ ഉണ്ടായി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ ഡെഡ് ലോക്ക് കേസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെഡ് ലോക്ക് കേസ് ആണ്. അപ്പോൾ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കേസ് എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് ആയിരിക്കാം. അപ്പൊ ഈ ഒരു കേസിൽ ഇതെന്ന് പറയുന്നത് ഡെഡ് ലോക്ക് ആണ്. ഇനി വേറൊരു കേസ് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇവിടെയും സെയിം കേസാണ് നമുക്ക് പറയുന്നത്. ഇതിനകത്ത് ഒരു സൈക്കിൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ കേസാണ്, ഇതിനകത്ത് ഒരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ സൈക്കിൾ ഉള്ളപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഡെഡ് ലോക്ക് ആണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ഇൻസ്റ്റൻസ് ആണ് ഉള്ളത്. R2ന് രണ്ട് ഇൻസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു P3 മാത്രമേ, ഇത് P3ക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ P3 ഇത് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസോഴ്സസ് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ എനിക്ക് ആർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? P1ന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ P1ന് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ P1 കംപ്ലീറ്റ് ചെയ്യത്തില്ലേ? P1 കംപ്ലീറ്റ് ആവും. അപ്പൊ R1 ഫ്രീ ആവില്ലേ? അത് R2ന് വേണമെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എന്ത് ചെയ്യാൻ പറ്റും? R1ന് നമുക്ക് വേണമെങ്കിൽ P2ലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയില്ലേ? ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വല്ല സ്റ്റേറ്റും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കേസിൽ, ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് നമുക്ക് എന്തുണ്ടെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല?
നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചോദിക്കാം RAGക്കകത്ത് അല്ലെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ദ കേസ് ദാറ്റ് ദർ ഈസ് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് മേ ഓർ മേ നോട്ട് കണ്ടെയ്ൻ ഡെഡ് ലോക്ക്. ഇറ്റ് ബേസ്ഡ് ഓൺ ദ ഇൻസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനകത്ത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ P1 P2 P3 അപ് ടു P1 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രോസസ്സും എത്ര യൂണിറ്റ് ഓഫ് റിസോഴ്സസ് ആവശ്യമുണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ദാറ്റ് നീഡ്സ് ടു പ്രോസസ് സച്ച് ദാറ്റ് ദർ ഈസ് നോ ഡെഡ് ലോക്ക് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അതായത് എത്ര യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റ് ഓഫ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഡ് ലോക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടി നമുക്കൊരു ഫോർമുലയുണ്ട്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് P1-നകത്ത് x1 യൂണിറ്റ് വേണം, P2-ൻ്റെ അകത്ത് x2 യൂണിറ്റ് വേണം, ആൻഡ് P3-ക്കകത്ത് x3 യൂണിറ്റ് വേണം. ഇങ്ങനെ P3 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം x1 പ്ലസ് x2 പ്ലസ് x3 ചെയ്യുക. എന്നിട്ട് എത്ര പ്രോസസ്സ് ഉണ്ട്? 3 പ്രോസസ്സ് അല്ലേ ഉള്ളൂ. എങ്കിൽ -3. എത്ര പ്രോസസ്സ്? -3. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -3. എത്ര പ്രോസസ്സ് ഉണ്ടെന്ന് പറയുക. ദെൻ ഇവിടെ കിട്ടുന്ന ആൻസറിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുക? 1 കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഇറ്റ്സ് മാക്സിമം ഡിമാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഓക്കെ, ഇതിന്റെ ഫോർമുല ഇതാണ്, അത് കാണാതെ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് സിഗ്മ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റും എത്ര വേണം എന്നുള്ള കേസാണ് പറയുന്നത്. -n എന്ന് പറയുന്നത് എന്താണ്? -n എന്ന് പറയുന്നത് എത്ര പ്രോസസ്സ് ഉണ്ടെന്നുള്ള കാര്യം, +1 എന്ന് പറഞ്ഞാണ് ആൻസർ. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A system is having 3 user processes, each requesting 2 units of resource R. The minimum number of units of R such that no deadlock will occur. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് അനുസരിച്ച് ഓരോ പ്രോസസ്സിനും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ പ്രോസസ്സിനും 2 റിസോഴ്സസ് വെച്ചാണ് വേണ്ടത്. അപ്പോൾ 3 റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 + 2. അപ്പോൾ ഇത് മൈനസ് എത്ര റിസോഴ്സസ് ഉണ്ട്? 3 റിസോഴ്സസ് ഉണ്ട്, +1 which is equal to 6 - 3 + 1 which is equal to 4. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ ഇതാണ് എങ്ങനെ ഒരു മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഗേറ്റിൽ ചോദിച്ചിട്ടുണ്ട്, UGC നെറ്റിൽ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ PSCക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? റിസോഴ്സസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസറിന്റെ കൂടെ എത്ര പ്രോസസ്സ് ഉണ്ടെന്നുള്ള കാര്യം മൈനസ് ചെയ്യുക, ദെൻ +1 ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രോബ്ലം ഡിസ്കഷനിലേക്ക് പോവാം. A deadlock situation can arise if which of the condition hold simultaneously in a system? Hold and wait, non-preemption, mutual exclusion, all the above. നമുക്കറിയാം 4 കണ്ടീഷനും ഉണ്ടായിരുന്നാൽ മാത്രമേ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, നോ പ്രിയംഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, സർക്കുലർ വെയിറ്റ്, ഈ 4 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്ന ഓൾ ദി എബോവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വിഷ്വൽ വേ ടു ഡിറ്റർമൈൻ ഡെഡ്ലോക്ക് ഒക്കറൻസ്? നമുക്കറിയാം ഗ്രാഫിക്കൽ വേയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫാണ്, സിസ്റ്റം റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫോർ എ ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ ടു പ്രിവെയിൽ. ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ പ്രിവെയിൽ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു പ്രോസസ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം, അത് വേറൊരു പ്രോസസ്സിനെ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പ്രോസസ് മസ്റ്റ് നോട്ട് ഹോൾഡ് എ റിസോഴ്സ് അല്ല, മസ്റ്റ് ബി ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 1 റിസോഴ്സ് ആണ്, ആൻഡ് വെയിറ്റിംഗ് ടു അക്വയർ അഡീഷണൽ റിസോഴ്സ് ദാറ്റ് ആർ ഹെൽഡ് ബൈ അതർ പ്രോസസ്. അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടത്തെ ഒരു കേസും കൂടെ നമുക്ക് നോക്കാം. മസ്റ്റ് ഹോൾഡ് അറ്റ്ലീസ്റ്റ് 1 ആൻഡ് നോട്ട് വെയിറ്റിംഗ് ടു അക്വയർ അല്ല, വെയിറ്റിംഗ് ടു അക്വയർ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് B ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഈസ് ഹാവിംഗ് 3 പ്രോസസ്. ഓക്കെ, 3 പ്രോസസ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. യൂണിറ്റ് P1 require 2 unit of resource R, P2 requires 3 unit of resource R, P3 requires 4 unit of resource R. Minimum number of unit require to ensure that there is no deadlock എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ റിസോഴ്സും എത്ര എണ്ണം വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ P1-ന് 2 റിസോഴ്സസ് വേണം,
then P2-ന് 3 റിസോഴ്സസ് വേണം, then P3-ക്ക് 4 റിസോഴ്സസ് വേണം. അത് മൂന്നും കൂടെ ആഡപ്പ് ചെയ്യുക. പിന്നെ എത്ര പ്രോസസ്സ് ഉണ്ട്? 3 പ്രോസസ്സ് ഉണ്ട്, പ്ലസ് 1 ചെയ്യുക. സോ 5 plus 4 9, 9 minus 3 plus 1 which is equal to 6 plus 1 7. സോ ആൻസർ എന്ന് പറയുന്നത് 7 ആണ്. ആൻസർ 7 ആണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.